എൻ്റെ പേര് ബ്രൂട്ട്. എല്ലാവർക്കും നമ്മുടെ ലെസ് സ്പേസീസിൻ്റെ എത്താമത്തെ എപ്പിസോഡാണ്. ഞാനും മറന്നുപോയി. 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി തന്നെ ഇന്ന് നമ്മൾ ഒരു ബ്രിഡ്ജ് നമ്മളുണ്ടാക്കും. പിന്നെ ഞാൻ ആ ഒരു മൈനിങ് ഏരിയ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു ഫാം ലാൻഡ്, അതായത് നിങ്ങൾ നമ്മളെ ക്രോപ്സ് നല്ല ചെറിയൊരു ഫാം ലാൻഡ് നമ്മൾ സെറ്റാകും. ഞാൻ തോന്നായി സെറ്റാകാൻ വേണ്ടി വിചാരിക്കുന്നത്, പക്ഷേ ഇതോട്ട് നടന്നില്ല. നമുക്ക് അന്നേരം ഫസ്റ്റ് ബ്രിഡ്ജ് ഉണ്ടാക്കാം അല്ലേ? ഫസ്റ്റ് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കാം. എനിക്ക് അതിന് ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം തന്നെയാണ്. മഴയും തുടങ്ങി. ഇനി ഇതിപ്പോഴാണ് നിൽക്കുക. ഞാനിപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോണത് എന്താ പറയുക, വെള്ളത്തിൽ ചാടിയ പോകണം. പിന്നെ ഇവിടെ ട്രൗണിൻ്റെ ശല്യം നല്ലുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടായിട്ട് ഒരു പാലം നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു പാലം അവിടെ സെറ്റാക്കണം. മഴയാണ് ഇപ്പോൾ പ്രശ്നമായതല്ലേ. മഴ നാളെ നിൽക്കട്ടെ, എന്നിട്ട് അതുവരെ നമുക്ക് വീട്ടിനുള്ളിൽ കയറി സംസാരിക്കാം. അല്ലെങ്കിൽ പിന്നെ സമ്മതിക്കില്ല. ഓക്കെ, മഴ നിന്നിട്ടുണ്ട്. ചുമച്ചി സോമ്പി എന്താ ഇതിൻ്റെ അകത്ത് വന്ന് എന്നെ ശല്യപ്പെടുത്തല്ലേ? ചാവ്. അയ്യോ ഇതെന്തത്? അയ്യോ ഞാൻ കുടുങ്ങി. ഞാൻ പുറത്തെത്തി. അതെങ്ങനെയാണ് ആയിട്ട് ഉള്ളിൽ കയറി ഞാൻ ഡോറടിച്ച് ചെയ്യാനിപ്പോൾ? അയ്യോ ക്രീപ്പർ 4-10 നടിയാണല്ലോ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ക്രീപ്പറേ. അയ്യോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോലും സമ്മതിക്കൂല. ഇങ്ങോട്ട് വാ ധൈര്യം ഉണ്ട്, ഇങ്ങോട്ട് വാടാ. അതുകൊണ്ട് സ്കെൽട്ടൺ നിൽക്കണം അവിടെ. നമുക്ക് എന്തായാലും അവൻ്റെ അടുത്തേക്ക് പോവാം. ഓനെ വല്ല നമുക്കിന്ന് ആദ്യം. ഓക്കെ, നിൻ്റെ ഒരമ്പ് പോലും എൻ്റെ മേത്ത് കൊള്ളില്ല മോനെ. അയ്യോ കൊണ്ട് ഇത് മിക്കവാറും ഞാൻ ഇപ്പോൾ തന്നെ ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ ഭയങ്കര ലാഗ്. ഓക്കെ, നമുക്ക് ഓനെ ഫസ്റ്റ് പോയി കൊല്ലാം. ഓക്കെ, ഓൻക്കനെ കൊണ്ടിട്ടുണ്ട്. ഓൻക്കനെ കൊണ്ടിട്ട് നോക്ക് ബാക്ക് പോകുന്നത്. ഓൻ എന്തായാലും ചാവട്ട വളർന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്രിഡ്ജ് ഉണ്ടാക്കണ ഞാൻ പറഞ്ഞാൽ നേരത്തെ ഡ്രൗണിൻ്റെ ശല്യമാണ് അധികമായത്. അപ്പോൾ നമുക്ക് ഡ്രൗണിനെ തീർക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് എവിടെ പോകുന്നൊരു പാലം സെറ്റ് ചെയ്യാതെ ആദ്യം പറയണം. നമുക്കിതാ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടായിട്ട് പാലം സെറ്റ് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പോൾ അതിനെന്തായാലും നമുക്ക് തോന്നുന്ന വുഡിൻ്റെ ആവശ്യം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്ത് അത്ര വുഡൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഇതിനുള്ള എടുത്തുണ്ടായിരുന്നല്ലോ ഓനൊരു സ്പൂണായോ ഒരു ക്രീപ്പറൊക്കെ നിൽക്കുന്ന മാതിരി തോന്നി. അതിനകത്ത് അറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വുഡുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നോക്കണം. കുറച്ചുകൂടി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 50 വുഡുണ്ടോ? അതന്നെ മതി. 36 പിന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അതന്നെ മതിയാവും നമുക്കല്ലേ? മതിയാവും. അങ്ങനെ മതിയാവും. നമുക്ക് ആദ്യം എന്തുണ്ടാക്കാം, കുറച്ച് സ്ലാബ് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് സ്ലാബ് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തൊക്കെ ആവശ്യമുള്ളത്? ആദ്യം കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കട്ടെ. കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 60 സ്ലാബ് നമുക്ക് ആവശ്യമുണ്ട്. 60 ആവശ്യം ഉണ്ടാവില്ല, അത് ഇരിക്കട്ടെ, ആവശ്യം വരും ചിലപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു പ്ലാങ്ക്സ് ആവശ്യമുണ്ട്. പ്ലാങ്കും വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. വലിയ ഫാൻസി ആയിട്ടൊന്നുമില്ല, സിമ്പിളായാണ് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ എല്ലാവർക്കും വേണമെങ്കിൽ നോക്കി ഉണ്ടാക്കാനും പറ്റും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫെൻസും വേണം. പിന്നെ ഈ ഒരു ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? സ്റ്റിക്ക് ചെയ്യാം നമ്മുടെ അടുത്ത്. നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫെൻസ് ഗേറ്റ് വെച്ചാണ്ട് ഒരു ചെറിയ സംഭവം ചെയ്യാണ്ട്. ഇവിടെ ഫെൻസ് ഗേറ്റ് 2 ഉണ്ടാക്കായുള്ളൂ. അതങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള പ്ലാങ്ക് തീർന്നു. അത് വെറുതെ അല്ല, സ്റ്റിക്കാണ് ആവശ്യം. സ്റ്റിക്കൊന്നും തീരില്ല അപ്പം അടുത്ത്. 41 ഉണ്ട്. നമുക്ക് 20 സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? നമുക്ക് 20 ആവശ്യമില്ല, കുറച്ച് മതി. 10 ഉണ്ടാക്കാൻ പറ്റും, മതി. 10 ആവശ്യമുള്ളൂ നമുക്ക്. വലിയ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പാലം നമുക്ക് അവിടെ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവിടെ. ഫുഡ് പ്രശ്നമുള്ളൂ. ഇതല്ല ഭയങ്കര ലാഗാണ് ഗൈസ്. ലാഗാണ് ഒടുക്കത്തെ ലാഗ്. നമുക്കെന്തായാലും പോയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ബില്ല് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 1-2 വർഷം ഞാൻ മരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഹെൽത്ത് തന്നെ ഇപ്പോൾ 2.5 ഹാർട്ടുള്ളൂ ആകെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ലോഗ്, ഇങ്ങനെ ലോഗ് ആൻഡ് 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആൻഡ് ഇവിടെ നിന്ന് ഇതേ സെയിം സംഭവം തന്നെ അവിടെ ഉണ്ടാക്കാം. നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി പോകാം, അതായിരിക്കും ബെസ്റ്റ്. ഇനി നമുക്കിതാ ഇങ്ങനെ ഒരു സ്ലാബ് ആൻഡ് ഇങ്ങനെ ഒരു സ്ലാബ്, ഇവിടെ ഒരു സ്ലാബ്. ഇത് വേണ്ട, ഇത് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് മുമ്പിലോട്ട് വെക്കണം. പക്ഷേ അതിന് മുമ്പിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. അതായത് ഇതിൻ്റെ പ്ലാങ്ക് ഇല്ല ഇപ്പോൾ കയ്യിൽ. പ്ലാങ്ക് ഇല്ലല്ലേ? വെറുതെ അല്ല. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ഐറ്റംസ് എൻ്റെ കയ്യിൽ എടുത്ത് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായതിപ്പോൾ. അതാണ് എനിക്കൊരുപാട് തോന്നെ പ്ലാങ്കിൻ്റെ ആവശ്യം ഉണ്ടാവും നമുക്കിതിന്. അയ്യോ ഇങ്ങനല്ല, ഇതാണ് ഈ സ്പ്ലിറ്റ് കൺട്രോൾ ഓണാക്കിയുള്ള കുഴപ്പം. ഒരുമാതിരി ഇതാണ്. ഇനി ഇങ്ങനെ വെക്കുക. നമുക്കിതൊരു ചെറിയൊരു ആർച്ച് രീതിയിൽ നമുക്ക് ഉണ്ടാക്കുന്ന സംഭവം. നമുക്കിനി ഇത് തുടങ്ങി വെക്കാം. അതായത് ഈ ബ്ലോക്ക് മേൽ ഇവിടെ ഒരു സംഭവം വെച്ചിട്ട് അതിനെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇവിടെ ഒന്ന് വെക്കണം, അപ്പുറത്തൊന്ന് വെക്കണം. ഇവിടെ ഒന്നായി, അതിന് അപ്പുറത്തും കൂടി ഉണ്ടാക്കണം. ഇവിടെയായി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് കിട്ടിയില്ല അവിടെ. ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. ആൻഡ് ഇനി നമ്മൾ ഒരു സ്ലാബ് കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, ഇതെന്താ ഇവിടെ വെക്കാൻ പറ്റാത്ത. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത മാതിരി നമുക്ക് ഇവിടെ പ്ലാങ്കും വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഫുൾ. അയ്യോ, ഞാൻ ഈ ഒരു സംഭവം ഫുള്ളാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ആർച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിമുട്ടിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു, പാലത്തിൻ്റെ പണി കഴിഞ്ഞു. ആ പണി എനിക്ക് തീർത്തല്ലോ. ഇതെന്തത് ഒന്നും റെഡി ആവില്ല. ഞാൻ നിന്നപ്പോൾ തന്നെ എനിക്കൊരു ട്രൈഡൻറ്റ് കിട്ടിയതുണ്ടോ, ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രൈഡൻറ്റ് കിട്ടി, റെക്കോർഡായില്ല എന്തോ. ഇതെന്താ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഫുള്ള് പ്രശ്നമാവും. ഗൈസ്, അങ്ങനെ നമ്മൾ ചെറിയൊരു ആർച്ചിൽ നമ്മളൊരു പാലം പണിഞ്ഞിട്ടുണ്ട്. സംഭവം ഫുള്ളായിട്ടൊന്നും ഇല്ലെങ്കിലും ഇനി നമുക്ക് ഇനി ചെയ്യാണ്ട് അവിടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വെച്ച് പറഞ്ഞുതരാം. നമുക്കിത് അടിയിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളിതാ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് 2 സപ്പോർട്ട് നമുക്ക് വെക്കണം. അതായത് നമ്മൾ നേരെ അടിക്ക് പോവുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് വെച്ച് വരിക. നമുക്കിത് അവിടെ ഒന്നൊരു വെക്കണം, ഒന്നാമത്തല്ല ഒന്നൊരു വെക്കണം ഇവിടെ. ഓക്കെ, മേലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി എന്ത് ചെയ്യണോ, ഇതിൻ്റെ ഹൈറ്റ് നല്ല കൂട്ടണം. ഒരു 3 ബ്ലോക്കിന് മാക്സിമം കൂട്ടണം നമ്മൾ ഹൈറ്റ്. ഇത് അത്ര മതി. ആൻഡ് ഈ ഒരു സ്ലാബിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ നിന്ന് അടിക്കും പോവാം. നമ്മൾ അടിയിലും ഇതേ സംഭവം തന്നെ വെക്കാണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ വലുപ്പം ഒന്ന് വെച്ച് കൂട്ടാം. ആൻഡ് ഇത് നമുക്ക് തന്നെ കയറിയിട്ട് ചാട് ബ്രോ. ഓക്കെ, അങ്ങനെ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ സംഭവം ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് ചെയ്യണം. ഫൈനലി ഗൈസ്, നമ്മൾ പാലത്തിൻ്റെ പണിയോടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എന്നെ ഒരുപാട് റൗണ്ട് കൊന്ന് ഒരു ട്രൈഡൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ പാലം കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമുക്കവിടെ പാത്തോടെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം. ഞാൻ പാത്തോടെ സെറ്റാക്കി കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ പാലത്തിലോട്ട് കയറാൻ പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ പാലത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അവിടെ നിന്ന് ഒരു വൈ ഇങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഉപയോഗിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മളിതിങ്ങനെ പാത്ത് കൊണ്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം. എവിടെ അറിയോ, നമ്മളെ വീടിൻ്റെ ഒരു പാത്തുണ്ടല്ലോ ഇവിടെ, അതാ ഈ ഒരു പാത്രത്തോട്ട് കൊണ്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഈ ഒരു വഴി നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നമ്മൾ ചെയ്യണത്. ഇവിടെ ഒരുപാട് പുല്ല് നിൽക്കുന്നത്, അതാണ് പറ്റുന്ന പ്രശ്നമായത്. ഓക്കെ, ഞാൻ പാത്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടിപ്പാലം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഹോൺ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു ക്രോപ്പിൻ്റെ നമുക്ക് സെറ്റാക്കണം. നമുക്ക് ആദ്യം പോയി ഹോൺ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മളത് ഐറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ അയൺ ഉണ്ട്, 4 ഉണ്ട്, അതിന് കുഴപ്പമില്ല. നമുക്കൊരു അയൺ ഹോൺ, നമുക്ക് സ്റ്റോൺ ഹോൺ ഉണ്ടാക്കാം. അത് വലിയ ആവശ്യമില്ലാത്ത സംഭവമല്ലേ. ഒരു ബക്കറ്റ് വെള്ളം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കയ്യിലില്ല. നമുക്ക് പണ്ട് ക്യാരറ്റിൻ്റെ കയ്യിൽ, ക്യാരറ്റ് നമ്മൾ നടണേ, ക്യാരറ്റിൻ്റെ കയ്യിലില്ല. അപ്പോൾ പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ നമുക്ക് ഇതപ്പെടുന്ന് നമ്മളെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്യാരറ്റ് എടുത്ത് നമുക്ക് വേണ്ട ഒരു സ്ഥലം മുഴുവനായിട്ടുണ്ട് ഹോ ചെയ്തേക്കാം. ഏസിലപ്പം നമ്മൾ എടുക്കുക. നമ്മുടെ വീടിന് മുമ്പിലായിട്ട് തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഹോ ചെയ്യാം. അതിൽ 4 ബ്ലോക്കാണ് ഇതാക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഈ ഭാഗം ഇവിടെ നമുക്ക് വെള്ളം ഒഴിക്കാം ഈ ഒരു ബ്ലോക്കിൽ. ആൻഡ് 1 2 3 4. ഓക്കെ, ഇനി ഒരു സംഭവം മുഴുവനായിട്ട് നമുക്ക് ഹോ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്യാരറ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടാക്കണം. എൻ്റെ ബോൺ മില്ലുണ്ട്, ബട്ട് ഞാനിപ്പോൾ തന്നെ ഇതാക്കണില്ല. ഞാനത് ഫുള്ള് ക്രോപ്പ് പേസ്റ്റ് ഒന്ന് വെച്ചാട്ടോ. ഓക്കെ, എൻ്റെ കയ്യിലുള്ള മുഴുവൻ ക്യാരറ്റുകൾ നട്ടിട്ടുണ്ട്. ഇനി ഇത് വളർന്നിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു പാലുണ്ടാക്കി, ഒരുപാട് പ്രോഗ്രസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പാലുണ്ടാക്കി, ചെറിയൊരു ക്രോപ്പിൻ്റെ ഒരു സ്ഥലം ഉണ്ടാക്കി. നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ മൈനിങ് ഏരിയൻ്റെ ഇത് ഉണ്ടാക്കണം. അതിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മൾ ഒരു എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്രോപ്പും പിന്നെ ഈ ഒരു പാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഔട്ട്രോ പറയാനുള്ള സമയമായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയാണുള്ളൂ. നമുക്ക് വേണ്ട അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.